ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ തമിഴ്സിൽ പറഞ്ഞതുപോലെ തന്നെ മാവിന്റെ തളിരകൾ വെട്ടുന്ന വണ്ടിനെ നമുക്ക് തുരത്താം. മാവിന്റെ തളിരകൾ തളർത്തുമ്പോൾ തന്നെ വണ്ടുകൾ അതിൽ വരികയും അതിന്റെ നീര് കുടിച്ചതിന് ശേഷം അതിന്റെ ഇലകളിൽ മുട്ടയിടുകയും ആ മുട്ട വിരിയാൻ വേണ്ടി ആ മാവിന്റെ ഇലകൾ കട്ട് ചെയ്യുകയും അത് മണ്ണിൽ കിടന്ന് വളരുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് എന്താ പറയുക, മാവിന്റെ തളിരകൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക വാടിപ്പോവുകയും അത് ഉണങ്ങി കരിഞ്ഞു പോവുകയും അതിനെ കട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു വണ്ടുകൾ ഈ ഒരു തളിരിലേക്ക് വരികയും അതിന്റെ തണ്ടിലെ നീര് ഊറ്റി കുടിക്കുകയും അതിനുശേഷം ഇതിന്റെ ഇലകളിൽ മുട്ടയിടുകയും ആ മുട്ടകൾ വിരിയാൻ നമുക്ക് മണ്ണിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എന്താ പറയുക, ഇത് ആ ഇലകളിലെ കട്ട് ചെയ്ത് മണ്ണിലേക്ക് ഇടുന്നത്. ആ മണ്ണിൽ കിടന്നാണ് ഈ ഒരു വണ്ട് എന്താ പറയുക പ്രജനനം നടത്തുകയും വിരിയുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓർഗാനിക് ആണ്. ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഈ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മുളക്, കറിവേപ്പില എന്നുവേണ്ട എവിടെ വേണമെങ്കിലും നമുക്ക് എന്താ പറയുക ഈ ഒരു ആപ്ടെക്കിന്റെ ഈ ഒരു ക്രോപ്പ് പ്രൊട്ടക്ട് എന്ന ഈ ഒരു മരുന്ന് ഉപയോഗിക്കാം. ഇതിന് വില വരുന്നത് 100 രൂപയാണ്. പക്ഷെ നമ്മൾ ആകെ 1 ലിറ്ററിൽ 2 ml മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 5 രൂപയിൽ താഴെ മാത്രം എന്താ പറയുക നമുക്ക് ആ ഒരു വില വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക 1 ലിറ്റർ 2 ml ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് 6 മാസത്തോളം നമുക്ക് എന്താ പറയുക ഈ ഒരു ബോട്ടിലെ മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓർഗാനിക് ആയതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് എന്താ പറയുക യാതൊരു സൈഡ് എഫക്ട്സും നമുക്ക് വരില്ല. ഈ ഒരു ആപ്ടെക്കിന്റെ ക്രോപ്പ് പ്രൊട്ടക്ട് എന്നുള്ള ഈ ഒരു മരുന്ന് 100% നമുക്ക് എന്താ പറയുക ഈ ഒരു മാവിന്റെ തളിരകൾ വീണ്ടും നല്ല രീതിയിൽ എന്താ പറയുക പനമ്പുര പോലെ വളരാൻ നമുക്ക് എന്താ പറയുക ഈ ഒരു മരുന്ന് സഹായിക്കുന്നതാണ്. നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് എന്താ പറയുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ടെക്കിന്റെ ക്രോപ്പ് പ്രൊട്ടക്ട് ഈ ഒരു ഓർഗാനിക് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്താ പറയുക ആ ഒരു ഗ്ലൗസ് പോലും ഇടാതെ നമ്മൾ എന്താ പറയുക ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ആകെ 2 ml മാത്രമേ നമുക്ക് എന്താ പറയുക ആവശ്യമുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 2 ml ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ആകെ 5 രൂപയുടെ ഒരു താഴത്ത് മാത്രമേ എന്താ പറയുക ആ ഒരു റേറ്റ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇവർ 2 ml മാത്രം നമ്മൾ എടുക്കുന്നു. ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക ആ ഒരു നമ്മളെ ചെടികൾക്ക് വരെ എന്താ പറയുക ഏറ്റവും നല്ലതാണ്. കാരണം അതിൽ അരിഞ്ഞു കൊടുക്കുന്ന എല്ലാ ഷഡ്പഥങ്ങളെയും എല്ലാ എന്താ പറയുക പുഴുക്കളെയും ഇത് എന്താ പറയുക വെള്ളീച്ച, തേനി അങ്ങനത്തെ എല്ലാ ഈച്ചകളെയും എന്താ പറയുക ഈ ഒരു ഇത് നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ml ഇതിലേക്ക് ആപ്ടെക്കിൻ്റെ ക്രോപ്പ് പ്രൊട്ടക്ട് നമ്മൾ ഒഴിച്ചു. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ ഒരു സ്പ്രേ ടൈറ്റ് ചെയ്തു. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് കുലുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മാവിലെ തളിരകൾ കുറിക്കുന്ന ആ വണ്ടിനെയും അതിൽ വരുന്ന പുഴുക്കളെയും അതുപോലെ തന്നെ ഈ ഒരു വലിയ മാവയുടെ കരകളിൽ കൂടുകൂടുന്ന ഉറുമ്പുകളെയൊക്കെ നശിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഓർഗാനിക് ഔഷധം തന്നെ എന്ന് പറയാം. ഒരു ഓർഗാനിക് മരുന്നാണ് ഈ ഒരു ആപ്ടെക്കിൻ്റെ ക്രോപ്പ് പ്രൊട്ടക്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെന്താ പറയുക നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന മരുന്നാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.